രാധേ രാധേ. എന്താണ് ജ്യോതിർലിംഗം? ജ്യോതിർലിംഗത്തിൻ്റെ മഹിമ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ശിവഭഗവാന്റെ പ്രകാശപൂരിതമായ സാന്നിധ്യത്തെയാണ് ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. അതായത് ശിവഭഗവാന്റെ ശക്തി മുഴുവനും ഒരു വലിയ തേജസ്സായി, ഒരു വലിയ പ്രകാശമായി രൂപം പൂണ്ടു. ആ പ്രകാശ രൂപത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഏത് പേര് വിളിക്കുന്നത്? ആ ജ്യോതിർലിംഗം എന്ന പേര് വിളിക്കുന്നത്. അത് തന്നെയാണ് ഈ ശിവലിംഗം. ശിവലിംഗം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കരുതുന്നത് പോലെയുള്ള ലിംഗമല്ല, അത് പ്രകാശപൂരിതമായ ലിംഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. അത് കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇല്ലേ? ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായി. ഈ രണ്ടുപേരിൽ ആരാണ് കേമൻ? സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവാണോ അതോ ഇതിനെയൊക്കെ പരിപാലിക്കുന്ന വിഷ്ണുവാണോ? ഈ സമയത്ത് ശിവഭഗവാൻ അവിടെ എത്തി. എന്നിട്ട് ശിവഭഗവാൻ പറഞ്ഞു, ഞാൻ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാം. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ശിവഭഗവാന്റെ ദേഹത്ത് നിന്ന് അത് ഒരു അത്ഭുതകരമായ ജ്യോതിസ് അവിടെ അങ്ങ് രൂപം കൊണ്ടു. അത് ശിവഭഗവാന്റെ ശക്തിയാണത്. ആ ജ്യോതിസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും അമ്പരന്ന് പോയി. ആ ജ്യോതിസ്, അതായത് ശിവഭഗവാന്റെ തേജസ് ഒരു വലിയ പ്രകാശഗോളമായി വന്നത്, അത് ഭൂമിയിൽ നിന്ന് മുകളിലോട്ടും വളരാൻ തുടങ്ങി, അത് ഭൂമിയിൽ നിന്ന് താഴോട്ടും വളരാനായിട്ട് തുടങ്ങി. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അഗ്രം കണ്ടെത്തണം. ആരാണോ ഇതിൻ്റെ അഗ്രം, ഒരാൾ മുകളിലേക്ക് പോവുക, ഒരാൾ താഴേക്ക് പോവുക, അത് അവസാനിക്കുന്ന ഭാഗം കണ്ടെത്തി വരുന്നവരാരോ അവർ കേമൻ. ഇത് കേട്ടുകൊണ്ട് ബ്രഹ്മാവ് മുകളിലേക്കും പോകുന്നു, മഹാവിഷ്ണു താഴേക്കും പോകുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്താൻ പറ്റുന്നില്ല. ബ്രഹ്മാവിനും മനസ്സിലായി കണ്ടെത്താൻ പറ്റത്തില്ല, പക്ഷെ തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല. ബ്രഹ്മാവ് എന്ത് ചെയ്തു? തിരിച്ചു വന്ന് ശിവഭഗവാനോട് പറഞ്ഞു, ഞാൻ കണ്ടു, ഇതിൻ്റെ അഗ്രം കണ്ടു, കൈതപ്പൂവാണ് ഇതിന് സാക്ഷി, ഞാൻ കണ്ടതിനെന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണു വന്നു. വിഷ്ണു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് കണ്ടില്ല. ഇതോടുകൂടി ശിവഭഗവാൻ ഉഗ്ര കോപിഷ്ഠനായി, ബ്രഹ്മാവേ നീ കള്ളം പറഞ്ഞു. അപ്പൊ ശിവഭഗവാൻ കാലഭൈരവ രൂപം സ്വീകരിച്ചു. 5 ശിരസ്സുകളുള്ള ബ്രഹ്മാവിൻ്റെ മുകൾ ഭാഗത്തെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ കള്ളം പറഞ്ഞതുകൊണ്ട് ഭൂലോകത്ത് ഒരാളും നിന്നെ പൂജിക്കാതെ പോകട്ടെ. കൈതപ്പൂവിനെയും ശപിച്ചു. ഒരാളും, അതായത് ഒരു ക്ഷേത്രത്തിലും ഒരു പൂജയ്ക്കും കൈതപ്പൂവിനെ എടുക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം നടന്നത് എവിടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ അരുണാചലാദ്രിയിലാണെന്നും ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെ. തമിഴ്നാട്ടിലെ അരുണാചലാദ്രി, അണ്ണാമല അരുണാചലാദ്രിയിലാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നത് അതല്ല, വാരാണസി, നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം വാരാണസി, കാശി സ്ഥിതി ചെയ്യുന്ന. മറ്റൊരു കൂട്ടർ പറയുന്നത് ഹിമാചൽ പ്രദേശിലെ കാംബയിലെ ജ്വാലാമുഖിയാണെന്നും വിശ്വസിക്കുന്നു. ഈ ജ്യോതിർലിംഗം, അതായത് ശിവനും മഹാവിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ശിവന്റെ സകല ശക്തിയും കൂടെ ഒരു ജ്യോതിസായി രൂപം കൊണ്ടു. ആ ജ്യോതിസിനെയാണ് മൂല ജ്യോതിസ് അല്ലെങ്കിൽ മൂല ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. ഇത് പല പല കാലങ്ങളിലായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ തേജസ് കുറെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ 64 സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭാരതദേശത്ത് 64 ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായി. പക്ഷേ അതിനകത്ത് 12 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. 12 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ജ്യോതിർലിംഗം എന്താണെന്ന് മനസ്സിലായല്ലോ. പലരും ജ്യോതിർലിംഗം എന്ന് പറയാറുണ്ട്. അവർക്കത് എന്താണെന്ന് അറിയില്ല. ശിവഭക്തരെ, വിഷ്ണു ഭക്തരെ,
നിങ്ങൾക്കെല്ലാവർക്കും, ഹിന്ദു ദൈവങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല വർത്തമാനം ഞാൻ പറയാം. ഈ 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള വിവരണം ഒരു ക്ലാസ് പോലെ ഈ 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം. അവിടെ എത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ശിവഭക്തർക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പണം ഉണ്ടായാൽ ഈ 12 ജ്യോതിർലിംഗ സ്ഥലങ്ങളും നിങ്ങൾ സന്ദർശിക്കണം. അത് മഹാപുണ്യമാണ്. ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ജ്യോതിർലിംഗ സ്ഥലങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു ജ്യോതിർലിംഗത്തെക്കുറിച്ച് ഞാൻ നാളെയോ മറ്റന്നാളോ വീഡിയോ ചെയ്യുന്നതാണ്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.